പക്ഷേ ആ സമയത്തൊക്കെയും വിളിച്ചത് ബദരീങ്ങൾ തപസ്സുലാക്കിക്കൊണ്ട് ബദരീങ്ങളുടെ നേതാക്കന്മാർ പകർച്ചവ്യാധി വന്നിട്ടാണ് ഓല് മരണപ്പെട്ടു പോകുന്നത്. എന്നിട്ട് നമുക്കിവിടെ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ, പകർച്ചവ്യാധി ഉണ്ടാകുമ്പോൾ ഈ ആളുകളാണ്. അപ്പോൾ സ്വന്തം പ്രയാസത്തിൽ നിന്ന് അവരെ കാക്കാൻ കഴിഞ്ഞില്ല, അവരെയാണ് ഇവിടെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അബൂജഹലും കൂട്ടരും വിളിച്ച അള്ളാനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനമുരുകി പ്രാർത്ഥിച്ചത് അള്ളഹാനോടാണ്. പക്ഷെ ആ വിജയം ആർക്കാണ്? അള്ളാനെ മാത്രം ആരാധിച്ച് അള്ളഹാനോട് പ്രാർത്ഥിച്ച് അള്ളാഹുൽ തവക്കുലാക്കി പോയവർക്ക് വിജയമുള്ളൂ, അല്ലാത്തവർക്ക് വിജയമല്ല. അപ്പോൾ ഈ കാലത്ത് ഞങ്ങൾ അള്ളഹാനോട് പ്രാർത്ഥിക്കുന്നവരാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. അതെന്ത് ചെയ്യണം? ജീവിതത്തിൽ ശരിയാവിനെ നിലനിർത്താൻ സാധിക്കണം. ബദർ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലെ ആദ്യത്തെ ഒരു സായുധ യുദ്ധം എന്ന് പറയാവുന്ന രൂപത്തിലുള്ള അങ്ങനെയുള്ളൊരു നീക്കമായിരുന്നു. ചരിത്രത്തിൽ ഏറെ സവിശേഷതകളുള്ള വലിയ പ്രാധാന്യമുള്ള ഒരു ഇവൻ്റ് തന്നെയായിരുന്നു ബദർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബദറിൽ പങ്കെടുത്ത സ്വഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളാണവർ. അവരുടെ മഹത്വങ്ങളും ഒക്കെ പറഞ്ഞാൽ തീരാത്ത രൂപത്തിൽ ഹദീസുകളിലും ഒക്കെ എമ്പാടും പറയപ്പെട്ടിട്ടുള്ള ഒരു വിഷയം തന്നെയാണിത്. അപ്പോൾ ബദർ യുദ്ധവും അതിൻ്റെ ചരിത്രം, അതിൻ്റെ പശ്ചാത്തലം ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കാമെന്ന് ഷുറൈ സലഫി അതിലേക്ക് എന്താണ് കൂട്ടിച്ചേർക്കാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ബദർ ഇതേപോലെ റമദാനിൽ, അഥവാ റമദാൻ 2 ഹിജ്റയുടെ 2 റമദാൻ 17 ബദർ യുദ്ധം നടക്കുന്നത്. നമുക്കറിയാം, ബദർ എന്ന് കേൾക്കുമ്പോൾ, ബദർ യുദ്ധം എന്ന് കേൾക്കുമ്പോൾ ലോകത്ത് ഒരുപാട് കലാപങ്ങളും യുദ്ധങ്ങളും ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട് വളരെയധികം മൃഗീയമായ പീഡനങ്ങളൊക്കെ സഹിച്ച ഒരുപാട് ചരിത്രം ലോകത്തിന് പറയാനുണ്ട്. എന്നാൽ ബദർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സന്ദേശവും അതിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ അങ്ങേയറ്റം വിശ്വസിക്കുന്ന ആളുകൾക്ക്, തവക്കുലാക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കണക്കില്ലാതെ സഹായിക്കും. ബദറിൽ മലക്കുകൾ ഇറക്കിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായ രീതിയിലാണ് സഹായിക്കുന്നത്. ബദറിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. അവിടെ രഹസ്യപ്രബോധനം, അതിനു ശേഷം പരസ്യപ്രബോധനം തുടങ്ങി. ശക്തമായ പീഡനങ്ങളും പ്രയാസങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അതേപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ ചരിത്രം. സുമയ്യ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. എന്തിൻ്റെ പേരിലാണ്? അവിടെ ഒരു മോഷണം നടത്തിയതിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധ്വംസക പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പേരിലല്ല. ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ്. അവർ മനസ്സിലാക്കിയ വിശ്വാസവും ആചാരവും അനുഷ്ഠിച്ച് ജീവിക്കാൻ അനുവദിച്ചില്ല. അതിൻ്റെ പേരിലാണ് ഇത്രയധികം പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അവർ സഹിക്കേണ്ടി വന്നത്. അങ്ങനെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് അബ്സീനയിലേക്ക് ഹിജ്റക്ക് പറഞ്ഞേക്കുന്നുണ്ട്. അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അജാതി പീഡനങ്ങളായിരുന്നു ശക്തമായ. റസൂലുള്ളാഹിയും സഹാബത്തിനെയും പല കുറി കൊന്നില്ലാതാക്കാൻ ശ്രമിച്ചു, ഒരുപാട് പ്രയാസങ്ങളുണ്ടാക്കി. പിന്നെ അതിനുശേഷമാണ് മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പലായനം ചെയ്യാൻ, ഹിജ്റ പോകാൻ വേണ്ടി അനുവദിക്കുന്നത്. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയി. അപ്പോൾ മദീനയിലൊരു ചിത്രം, അവിടെ ഔസ് ഖസറജ് ഗോത്രക്കാരാണ്. അവർ കുറേ ആളുകൾ വിശ്വാസികളായി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയും സ്വീകരിച്ചു. അവിടെ ഇസ്ലാം ആളുകളിലേക്ക്, ജനമനസ്സുകളിലേക്ക് പടർന്നു വന്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിവരം മക്ക മുശ്രിക്കുകൾ അറിഞ്ഞപ്പോൾ അവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കി. അപ്പോൾ മദീനയിലും മുസ്ലിമീങ്ങളെ തകർത്തില്ലാതാക്കാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങളും ഈ മക്കയിലെ മുശ്രിക്കുകൾ നടത്തുന്നുണ്ട്. അപ്പം മദീനയിൽ ജൂതഗോത്രങ്ങളുണ്ട്. ബനു നളീർ, ബനു ഖുറൈള, ബനു കൈനുക എന്ന് പറയുന്ന ഈ ജൂതന്മാരെ വെച്ചുകൊണ്ട് അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇതൊന്നും ഇസ്ലാമിൻ്റെ വളർച്ചക്കോ അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ ഉയർച്ചക്കോ തടയിടാൻ കഴിഞ്ഞില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തൊരു പണി, അവർ മദീനയിലെ മുസ്ലിമീങ്ങളെയും എല്ലാം തകർക്കാൻ വേണ്ടി വലിയൊരു ബിസിനസ്, അഥവാ അവർ എല്ലാ ആളുകളും ക്യാഷ് മുടക്കി, എല്ലാവരും ഓരോരുത്തരുടെ വിഹിതം മുടക്കി, എന്നിട്ട് അവർ ഒരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അവർ ഒരു ബിസിനസ്സിലേക്ക് ഇറക്കുകയാണ്. അവരുടെ ലാഭം ഒരു വ്യാപാര സംഘം ഇവിടേക്ക് പുറപ്പെടുകയാണ്. അതിൽ എത്രത്തോളം എന്ന് വെച്ചാൽ അവിടെ മുസ്ലിമീങ്ങളായ ആളുകൾ മദീനയിലേക്ക് പലായനം ചെയ്തു പോകുമ്പോൾ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയ സമ്പത്ത് കൊണ്ടുപോകാൻ അയച്ചില്ല. അതുപോലും ഇതിലേക്ക് എടുത്തിട്ട് അവർ പോവുകയാണ്. അങ്ങനെ വലിയൊരു ലാഭമുണ്ടാക്കി, മുസ്ലിമീങ്ങളെ തകർക്കാൻ ഒരു ലാഭം ഉണ്ടാക്കിയൊരു വരികയാണ്. അപ്പോൾ എന്തിനാണ്? സ്വാഭാവികമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിയുന്നുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തു.
അപ്പോൾ മദീനയെ തകർക്കാൻ അവിടുത്തെ പിന്നെ ഭരണാധികാരി അല്ലെങ്കിൽ അവരുടെ ഒരു നേതാവാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവരെയും റസൂലുള്ളാഹിൻ്റെ അനുയായികളെയും തകർക്കാനാണ് ഇവർ ഈ പണിയെടുക്കുന്നത്. അപ്പോൾ ഒരു നേതാവ് എന്നുള്ള നിലക്ക് അതിനെ തടയിടുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയുണ്ടായി എന്ത്, അവരെ അതിന് പിന്നെ യാത്രാ സംഘത്തെ അല്ലെങ്കിൽ അവരുടെ കച്ചവട സംഘത്തെ പിടിക്കണം എന്നുള്ളത്. അങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ 313 സഹാബികളെയും കൂട്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരെ തടുക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. യുദ്ധം പ്രതീക്ഷിച്ചു വന്നതല്ല. അവരുടെ അടുത്ത് പടക്കോപ്പുകളോ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. കേവലം 2 കുതിരകൾ മാത്രം, 7 ഒട്ടകങ്ങളും, അതേപോലെ തന്നെ 313 ആളുകളും, അതേപോലെ തന്നെ ആയുധങ്ങളും ഒന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. ആകെയുള്ളത് അവരുടെ ശക്തമായ ഈമാനും തവക്കുലും അതേപോലെ തന്നെ അവരുടെ തൗഹീദൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായിരുന്നു ബദറിന് കാരണമായത്. അങ്ങനെ അബൂ സുഫിയാൻ ഇത് നേരത്തെ കാലക്കൂട്ടി അറിഞ്ഞു. അയാൾ ഈ പിന്നെ മക്കയിലേക്ക് മറ്റൊരു വഴി പോവുകയും മക്കക്കാർ മക്കയിലെ എല്ലാ കുഫാറുകളും കൂടിയിട്ട് എന്നാൽ മുഹമ്മദിനെയും ടീമിനെയും പിന്നെ വെറുതെ വിടാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ബദറിൽ സംഘടിക്കുകയും അങ്ങനെയാണ് ബദർ യുദ്ധം ഉണ്ടാകുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അചഞ്ചലമായി വിശ്വസിച്ച സഹാബികൾ, ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു അത്ഭുതകരം 313 സഹാബികളാണ് അവിടെ ഉള്ളത്. ഏകദേശം 1000-ഓളം വരുന്ന കുഫാറുകൾ. അവരുടെ അടുത്ത് പിന്നെ യുദ്ധ സാമഗ്രികളുണ്ട്, തന്ത്രങ്ങളുണ്ട്, അതേപോലെ തന്നെ എല്ലാ കോപ്പുകളും എല്ലാം ഉണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുലാക്കുന്ന അതേപോലെ തന്നെ അള്ളാഹുൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായ രീതിയിൽ സഹായിച്ചു. മലക്കുകളെ ഇറക്കി, ഇത് തസ്തഗീസുന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമദ്ദിക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫിൻ. തുടരുന്ന 1000-ഓളം വരുന്ന മലക്കുകളെ ഇറക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിച്ചു എന്ന് പിന്നെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം, ബദറിൽ 14 ആളുകൾ മുസ്ലിമീങ്ങളിൽ നിന്നും ഷഹീദായി. അതേപോലെ തന്നെ 70 ആളുകളാണ് കുഫാറുകളിൽ നിന്നും മരണപ്പെട്ടു പോയത്. ഇതാണ് ഇത്ര വലിയ ഇസ്ലാം ഭീകരതയുടെയും അതേപോലെ തന്നെ ഒക്കെ യുദ്ധമാണെന്ന് പറയുമ്പോൾ ബദർ എന്ന പ്രധാനപ്പെട്ട ഒരു സ്വാതന്ത്ര്യ സമരമായിരുന്നു. ജീവിക്കാൻ ഒരു നാട്ടിൽ അനുവദിച്ചില്ല, വേറൊരു നാട്ടിലേക്ക് പലായനം ചെയ്തു, അവിടെയും ജീവിക്കാൻ അനുവദിക്കാത്ത അവസ്ഥാവിശേഷം. അതിനാണ് ബദർ ഉണ്ടായത് നമ്മൾ മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, ബദരീങ്ങളുടെ ആദർശം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ് പ്രാർത്ഥനകളും വഴിപാടുകളും നേർച്ചകളും സഹായതേട്ടങ്ങളും ആവലാദികളും വേവലാതി എല്ലാം കൊടുക്കേണ്ടത്. ആരാധനയുടെ ഗണത്തിൽപ്പെട്ട എന്തൊക്കെയുണ്ടോ അതെല്ലാം അല്ലാഹുവിനോടാണ്. എന്നാൽ ബദരീങ്ങളുടെ ശത്രുക്കളുടെ മക്കാ മുശ്രിക്കുകളുടെ ആദർശം എന്താണ്? അവരുടെ ആദർശം അല്ലാഹുവാണ് എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നത്, അല്ലാഹുവാണ് എല്ലാം ചെയ്തു തരുന്നത്, അല്ലാഹനെ പോലെ വേറെ അല്ലയില്ല. അതുകൊണ്ട് അല്ലാഹനെയും വിളിച്ച് പ്രാർത്ഥിക്കണം. അല്ലാഹുവിൻ്റെ അമ്പിയ ഔലിയാക്കന്മാർക്ക് അല്ലാഹു ഒരുപാട് കഴിവ് കൊടുത്തിട്ടുണ്ട്. ഇബ്രാഹിം നബിക്കും ഇസ്മായിൽ നബിക്കും കഴിവ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരോടും വിളിച്ച് പ്രാർത്ഥിക്കാം എന്നുള്ള ആദർശമാണ് ബദരീങ്ങളുടെ ശത്രുക്കൾക്കുണ്ടായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് ശിർക്കാണ് കൂട്ടരുത്, പാടില്ല, അള്ളാഹനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് അവിടുന്ന് പീഡനങ്ങൾ ഉണ്ടായത്, പലായനം ചെയ്യേണ്ടത്. അപ്പോൾ ഈ ആദർശ വ്യത്യാസം കൂടി, കാരണം ബദറിൻ്റെ തലേന്ന് 2 കൂട്ടരും പ്രാർത്ഥിക്കുന്നത് അള്ളാഹിനോടാണ്. അബൂജഹലും കൂട്ടരും അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത് മൊയ്ൻകുട്ടി വേദയുടെ കവിതയിലൊക്കെ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് കലങ്ങി കണ്ണുമായി പ്രാർത്ഥിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായിരുന്നാലും തൗഹീദിൻ്റെ വിജയമാണ് ബദറിൻ്റെ വിജയം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് തീർച്ചയായും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പാഠങ്ങൾ നൽകുന്ന ഒരു ചരിത്ര സംഭവം തന്നെയാണ് ബദർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ബദറിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടേണ്ടത്? ബദറിലെ ഗുണപാഠം എന്താണ്? സമൂഹം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ബദറിനെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുകൂടി അത് പറയുമ്പോൾ നമ്മൾ വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ക്ലിപ്പ് നമുക്ക് കാണാം. ിൽ കുറെ മീറ്ററുകൾ ഉയരത്തിലത് ഓപ്പൺ ബോട്ടാണ്, കപ്പലല്ല, സൗകര്യങ്ങളുള്ള ബോട്ടല്ല, ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ്. പെട്ടെന്ന് മഴയിൽ ഹജ്ജ് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ്. അതാ കടൽക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം, മരിച്ചെന്ന് കടലിൽ മറിഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം. പക്ഷേ ആ സമയത്തൊക്കെയും വിളിച്ചത് ബദരീങ്ങൾ തപസ്സുലഹാക്കിക്കൊണ്ട്, ബദരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ വിരീതൻ മനസ്സുകൾ ഇതിൽ മരിക്ക് വെള്ളത്തിൽ മുങ്ങുക തന്നെ ചെയ്യും. കണ്ടല്ലോ, ഇപ്പോൾ ബദരീങ്ങളെ എന്ന് വിളിച്ചിട്ട് ബദരീങ്ങളെ തവസ്സുലാക്കിയെന്ന് പറയുന്നു. പിന്നെ ബദരീങ്ങളെ എന്ന് വിളിച്ച് തന്നെ അല്ലേ, നേരിട്ട് തന്നെ വിളിച്ച്
പ്രാർത്ഥിച്ചു എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത്. ഇതുപോലെ വേറെയും ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് വീഡിയോ തെളിവുകളായിട്ട് തന്നെ നമുക്കുണ്ട്. വളരെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരെന്ന് എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ആളുകൾ പോലും ഈ നിലക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ പറയുന്ന പല കാര്യങ്ങളും പ്രതിസന്ധി ഉണ്ടായപ്പോൾ അതെ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു, അപ്പോൾ എല്ലാം ക്ലിയറായി എന്നുള്ള രൂപത്തിലൊക്കെ പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണോ ശരിക്കും ബദറിൻ്റെ സന്ദേശം? ഇതാണോ സമൂഹത്തിന് ബദറിൽ നിന്ന് കിട്ടേണ്ടത്? വിശ്വാസികൾക്ക് ബദറിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? അതുപോലെ തന്നെ സമൂഹത്തിലെ ഇപ്പോൾ ഈ കണ്ടതുപോലെ ബദരീങ്ങളോട് വിളിച്ച് തേടുന്ന ആ ഒരു ആചാരം അല്ലെങ്കിൽ ഒരു അനാചാരം, അതാണോ ബദറിൽ നിന്ന് കിട്ടേണ്ടത്? ഈ അതുമായി ബന്ധപ്പെട്ടുള്ള അനാചാരങ്ങൾ കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് മൂസ സുലൈഹി പറയാം. ശരിക്ക് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ വളരെ ശ്രദ്ധേയമായൊരു യുദ്ധമാണ് ബദർ യുദ്ധം. മറ്റ് യുദ്ധങ്ങൾ പോലെയല്ല, വലിയ യുദ്ധം എന്നറിയപ്പെട്ട സംഗതിയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പാഠങ്ങൾ അവരുടെ മതഭൗതിക ജീവിതവുമായി ബന്ധപ്പെടുത്തി ഈ യുദ്ധത്തിൻ്റെ ഫലമായി കാണാം. അത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കലും കുഫറും അതുപോലെ തന്നെ ധിക്കാരവും പാടില്ല എന്ന് പഠിപ്പിച്ചൊരു യുദ്ധമാണ് ബദർ യുദ്ധം. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലാണ്. അവിടുന്ന് കൊണ്ടുവന്ന വേദഗ്രന്ഥം അതുപോലെ തന്നെ ശരീഅത്ത് ഇതെല്ലാം സത്യമാണെന്നുള്ള കാര്യത്തിൽ എന്തില്ല, ഒരു സംശയമില്ല. അത് ഏറ്റവും വലിയ നിയമത്വമാണത്. അപ്പോൾ ആ കാര്യങ്ങളെ പാടെ നിഷേധിച്ചുകൊണ്ടാണ് അവിശ്വാസികൾ ഉണ്ടായത്. അതേ മുഖത്തോടു കൂടിയാണ് അവർ ആ യുദ്ധത്തിലേക്ക് പോയത്. പക്ഷെ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എവിടെയാണോ നമ്മുടെ ജീവിതത്തിൽ കുഫറും നിഷേധവും പ്രകടമാകുന്നത് അവിടെ നമുക്ക് പരാജയമായിരിക്കും. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, വിജയിക്കാൻ സാധിക്കില്ല. രണ്ടാമത്തത്, എല്ലാ കാലത്തും എല്ലാ സമയത്തും കപടന്മാർ ഇസ്ലാമിൻ്റെ ശത്രുക്കളായിരിക്കും. അവർ വിശ്വാസമുള്ളവരെ പലതും പറഞ്ഞിങ്ങനെ വേദനിപ്പിക്കും. അതുപോലെ തന്നെ ഒരു പ്രത്യേക മടിയിലേക്ക് ആളുകളെ മടുപ്പിലേക്ക് ആളുകളെ വിളിക്കും. ഇത് ബദറിലും ഉണ്ടായതാണ്. വിശുദ്ധ ഖുർആൻ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് അന്നത്തെ കപടന്മാർ പറഞ്ഞു എന്നാണ്, ഗറ ആഹുലായി ദീനുഹും, ഇവരെ ദീന് വരെ ചതിക്കുകയാണ്, വഞ്ചിക്കുകയാണ് എന്ന് പറഞ്ഞ് ഒരു നിരുത്സാഹപ്പെടുത്തൽ, ഈ വിഷയത്തിൽ ഇങ്ങനെ നിങ്ങൾ ഇറങ്ങേണ്ട ആവശ്യമില്ല എന്ന നിലക്ക് കപടന്മാർ ഇടപെട്ടു. അത് ഈ കാലത്തും എല്ലാ കാലത്തും ഉണ്ട്. ഇക്കാലത്തും നമുക്ക് അതൊക്കെ വ്യാപകമായിട്ട് കാണാൻ സാധിക്കും. അതെ, അവരെ നമ്മൾ തിരിച്ചറിയണമെന്നുള്ളൊരു പാഠം കിട്ടുകയാണ്. ഇനി മറ്റൊന്ന്, ഇപ്പോൾ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ അള്ളാഹുവിലുള്ള വിശ്വാസം യഥാർത്ഥത്തിൽ ആർക്കാണോ ഉള്ളത് അവർക്ക് വിജയം ഉണ്ടാവുള്ളൂ. അബൂജഹലും കൂട്ടരും വിളിച്ച അള്ളാനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനമുരുകി പ്രാർത്ഥിച്ചത് അള്ളഹാനോടാണ്. പക്ഷെ ആ വിജയം ആർക്കാണ്? അള്ളാനെ മാത്രം ആരാധിച്ച് അള്ളഹാനോട് പ്രാർത്ഥിച്ച് അള്ളാഹുവിൽ തവക്കുലാക്കി പോയവർക്ക് വിജയമുള്ളൂ, അല്ലാത്തവർക്ക് വിജയമല്ല. അപ്പോൾ ഈ കാലത്ത് ഞങ്ങൾ അള്ളഹാനോട് പ്രാർത്ഥിക്കുന്നവരാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. അതെന്ത് ചെയ്യണം? ജീവിതത്തിൽ ശരിയാവിധം നിലനിർത്താൻ സാധിക്കണം. മറ്റൊന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇസ്ലാം ഒഴിവാക്കാൻ പറഞ്ഞ പല ദുസ്വഭാവങ്ങളുണ്ട്. വലുതായ രൂപത്തിലും ചെറുതായ രൂപത്തിലുള്ള ദുസ്വഭാവങ്ങൾ. ഈ ദുസ്വഭാവങ്ങളെ അകറ്റിയിട്ടില്ലെങ്കിൽ എത്ര വലിയവനാണെങ്കിലും വിജയിക്കില്ല. അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് ഈ അവിശ്വാസികളായ ആളുകൾ ബദറിലേക്ക് പോയത്. ഒന്ന് ബത്തറൻ, സത്യത്തെ എതിർത്ത് അഹങ്കാരം പ്രകടിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് അങ്ങനെ ആര് ചെയ്താലും അവർക്ക് വിജയിക്കാൻ പറ്റില്ല. സത്യം ഒന്നുള്ളൂ, അതിനെ അഹങ്കാരത്തോടു കൂടി ആരെതിർത്താലും വിജയിക്കാൻ സാധിക്കില്ല. രണ്ട്, വരിയ അന്നാസ്, ജനങ്ങളെ കാണിക്കുക, ഞങ്ങൾ വലിയവരാൻ തോന്നിപ്പിക്കുക, ഒരു പൊങ്ങച്ചവും പിന്നെ ഒക്കെ കാണിച്ചിട്ട് പ്രകടിപ്പിച്ചിട്ട് പോവുക. മൂന്ന്, വയസുദ്ദൂന അൻ സബീലില്ല, അള്ളാൻ്റെ ദീനിൽ നിന്ന് ആളുകളെ തടയുക. അപ്പോൾ ഇതൊക്കെ വളരെ വലിയ ദുസ്വഭാവങ്ങളാണ്. ഇതൊരിക്കലും വിശ്വാസിക്ക് പാടില്ല. അതാണ് ബദർ നൽകുന്ന വേറെ സന്ദേശം. മറ്റൊന്ന്, എത്ര വലിയവനാണെങ്കിലും പരാജയം അവനുണ്ടാവും. ഇപ്പോൾ ഈ യുദ്ധത്തിൽ ഉത്തുബയും ഷെയ്ബൊക്കെ പരാജയപ്പെട്ടു. അവരൊക്കെ മുശ്രിക്കുകളെ വലിയ നേതാക്കന്മാരാണ്. പക്ഷെ അവരൊക്കെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതെന്തുകൊണ്ടാണ്? അവർ ഹക്കിനെതിരായിട്ടാണ് പണിയെടുത്തത്. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അവരൊക്കെ വധിക്കപ്പെടുകയാണ്. മറ്റൊന്ന്, ഇത് സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ട ഒരു ദിവസം, യൗമൽ ഫുർഖാൻ എന്ന് വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു ദിവസമാണ് ബദർ. ഇതൊക്കെ വിശ്വാസികളായ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട വല്ലാത്തൊരു, ബദറിന് കേൾക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലേക്ക് വരേണ്ടത്. അല്ലാതെ ഈ ശത്രുക്കൾ പലതും മെനഞ്ഞ് പ്രചരിപ്പിക്കുന്നു, അതല്ല.
ഇത് സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ട ദിവസമാണല്ലോ. അവിടെ ഇബ്നു കസീർ റഹിമഹുല്ല പ്രത്യേകം പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ കെലിമത്താണ് ഉന്നതമായ കെലിമത്ത് എന്ന് പിന്നെ സമൂഹം അറിഞ്ഞൊരു യുദ്ധമാണ് ബദർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ വിജയിച്ചിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇതൊരു ദൃഷ്ടാന്തമായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. നമ്മളിങ്ങനെ വല്ല ഖിസ്സപ്പാട്ടോ അല്ലെങ്കിൽ പിന്നെ കഥാപ്രസംഗമോ കേട്ട് മനസ്സിലാക്കേണ്ട സംഗതിയല്ല. ഇത് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും സ്വീകാര്യമായ ചരിത്രം എന്താണോ ഈ വിഷയത്തിൽ പറഞ്ഞത് അതാണ് വിശ്വാസിക്ക് വലുത്. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അള്ളാഹു പറയുന്നത് ഇതെന്താണ്, ഒരു ആയത്തായിക്കൊണ്ട് ദൃഷ്ടാന്തമായിക്കൊണ്ട് നൽകപ്പെട്ടു. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇസ്സത്ത്, അതിൻ്റെ പ്രതാപം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു വലിയ ദൃഷ്ടാന്തമാണ് ഇത്. മറ്റൊന്ന്, ഷെയ്ത്വാൻ മനുഷ്യൻ്റെ അടുത്ത് വന്ന് തിന്മകളൊക്കെ നല്ലതാക്കി കാണിച്ചു കൊടുക്കും. അതാണ് ബദറിലുണ്ടായത്. ശത്രുക്കൾക്ക് അവരെ പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്തു, നല്ല അലങ്കാരമുള്ള പ്രവർത്തനങ്ങളാക്കി ഷെയ്ത്വാൻ കാണിച്ചു കൊടുത്തു. അവരോട് പറഞ്ഞു, നിങ്ങളെ പരാജയപ്പെടുത്താൻ ആരുമില്ല, ഇന്നി ജാറുല്ലക്കും, ഞാൻ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വലിയ വാഗ്ദാനം കൊടുത്തു കൊണ്ടുപോയി. പക്ഷേ ഷെയ്ത്വാൻ എന്ത് ചെയ്തു, ആ ചെയ്ത പണി ഒരിക്കലും അവർക്ക് വിജയിക്കാനുള്ള പണിയല്ല, അതവരെ പരാജയത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകല എന്നുള്ളതിൻ്റെ അവസാനത്തിൽ കാണുകയാണ്. അപ്പോൾ ഷെയ്ത്വാൻ നമ്മുടെ ശത്രുവാണ്. ഇപ്പോൾ വിശ്വാസികളോടല്ല പറഞ്ഞല്ലോ, ഷെയ്ത്താൻ വന്നിട്ട് കാഫിറാകാൻ പറയും, അങ്ങനെ കാഫിറാകും, അവസാനം ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയൂല എന്ന് പറഞ്ഞ് ഷെയ്ത്താൻ ഊരിപ്പോകുന്നതാണ്. അതെ, ഇന്നൊക്കെ കുറേ കുഫറിൻ്റെ വാദവും പ്രവർത്തനവും സമൂഹത്തിൽ വ്യാപകമാണ്. അതൊക്കെ ഒരു ഷെയ്ത്വാനീയത്താണ്. അതിലൊന്നും അകപ്പെടാൻ പാടില്ല എന്നുള്ളൊരു പാഠത്തിലുണ്ട്. പിന്നെ മറ്റൊരു സംഗതി എന്താ വെച്ചാൽ, ഷെയ്ത്വാൻ നമ്മളെ കുരുക്കിൽ കൊണ്ടുപോയി ഇടും. എന്നിട്ട് പിന്നെ ഇന്നി ബരിയും മിങ്കും, ഞാൻ ഇതിലില്ല കേട്ടോ, ഞാൻ ഈ പണിക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ത്വാനെ ഇന്ന് ഊരിച്ചാടി പോകും. ബദറിലുണ്ടായത് അവർ കാണാത്ത വിധം മലക്കുകൾ ഇറങ്ങുന്ന ഷെയ്ത്വാൻ കാണുകയാണ്. അപ്പോൾ പറഞ്ഞു, ഇനി ഇവിടെ പിടിച്ചിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഷെയ്ത്വാൻ ഊരി പോവുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഗുണപാഠങ്ങൾ വിശ്വാസിക്ക് ഈ യുദ്ധമായി കിട്ടാനുണ്ട്. മറ്റൊന്ന്, ഏത് കാര്യത്തിലും ഷൂറ വേണം, ഒരു കൂടിയാലോചന. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ഇതുമായി ബന്ധപ്പെട്ട് പലതും കൂടിയാലോചിച്ചു. അതൊരു ഇബാദത്തായ കാര്യമാണ്. അപ്പോൾ അതൊക്കെ വേണമെന്നുള്ളത് ഈ യുദ്ധം നമ്മളെ ഇതിൻ്റെ ഒരു നതീജ, ഒരു ഫലമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇങ്ങനെയൊക്കെ നമ്മൾ വായിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഈ യുദ്ധത്തെ സമൂഹം ഇന്ന് വളരെ പിന്നെ തെറ്റായ രൂപത്തിലാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അഥവാ വിശ്വാസത്തെ ബാധിക്കുന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയായി എന്തായിട്ടുണ്ട്, ബദർ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പിന്നെ ഈ ബദർ മൗലീദ് എന്നതൊരു പ്രമേയം എഴുതി തന്നെ പാസ്സാക്കിയിട്ടുണ്ട്. ബദർ മൗലീദ് എന്ത് ചെയ്യണം, വീടുകളിലും സരസ്സുകളിലൊക്കെ പാരായണം ചെയ്യപ്പെടണം എന്ന് പഠിപ്പിക്കാൻ ഒരു പ്രമേയം തന്നെ പാസ്സാക്കുക. അത് അംഗീകരിക്കാത്ത ആളുകൾ സുന്നിയല്ല, അതുപോലെ തന്നെ അവരെ പിന്നെ ഖാദി ഖത്തീബ് സ്ഥാനത്തേക്ക് ഇമാം സ്ഥാനത്തേക്കൊന്നും പറ്റൂല. ഏത് ഈ ബദരീങ്ങളുടെ പേരിൽ ഇല്ലാത്ത കുറേ പോരിശ എഴുതപ്പെട്ട മൗലിദ് ഓതാത്ത ആളുകൾ. അപ്പം അങ്ങനത്തെ ഒരു അപകടം ഇന്നും തിരുത്തപ്പെടാതെ നിലനിൽക്കുകയാണ്. ഇനി മറ്റൊന്ന്, പിന്നെ ബദരീങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി സഹായം തേടി. അതാണ് നമ്മൾ ആ ചരിത്രത്തിൽ കാണുന്ന സൂറത്ത് അൻഫാലിലൊക്കെ അവർ നടത്തിയ സഹായത്തേട്ടം പ്രാർത്ഥനയാണ് എന്ന കാര്യത്തിലൊരു സംശയമല്ല. തസ്തഗീസൂന എന്ന ആയത്തിന് വിശദീകരിച്ച് പണ്ഡിതന്മാർ ദുആ, നിങ്ങളെ ദുആയിന് ഉത്തരം നൽകിയെന്നാണ് പറയുന്നത്. അപ്പോൾ അത് പ്രാർത്ഥനയാകുന്ന ഇസ്തിഗാസയാണ്. പിന്നെ അതുമല്ല, അവിടെ ഒരു വിബൽ ഘട്ടമാണ്, മുമ്പിൽ ശത്രുക്കളുണ്ട്, ഒരു വലിയ പരീക്ഷണ ഘട്ടമാണ്. ആ പരീക്ഷണ ഘട്ടത്തിൽ അള്ളാഹുവിനോട് അവർ സഹായം തേടി എന്നുള്ളത് ഖുർആൻ പച്ചക്ക് പറയുക. എന്നാലോ ഈ പിന്നെ ഏതേത് പ്രശ്നങ്ങളായിരുന്നാലും ശരി, ഐഹികമാകട്ടെ പാരത്രികമാകട്ടെ, ബദരീങ്ങളെ വിളിച്ച് സഹായം തേടിയാൽ തീർച്ചയായും സഹായം ലഭിക്കപ്പെടും. ഇസ്ലാമിക പ്രമാണങ്ങളിൽ അതിന് മതിയായ രേഖകൾ പ്രസ്പഷ്ടമായിരിക്കെ അത് ഷിർക്കാണെന്ന് പറയുന്നവരുടെ തലക്കാണ് വെട്ട് എന്ന് പറഞ്ഞാൽ ബദരീങ്ങളോട് ഇസ്തിഗാസ നടത്തണമെന്ന ബദർ മൗലിദ് പരിഭാഷയും വിവരണവും എന്ന പുസ്തകമാണിത്. ഇതൊന്നും ഇപ്പോൾ തിരുത്തപ്പെട്ടില്ല, ഇതൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ക്ലിപ്പിൽ കണ്ടപ്പോൾ അതാണ് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, സഹായം. അതെ അതെ. പിന്നെ മറ്റൊന്ന് എന്താ വെച്ചാൽ, ഈ ബദരീങ്ങളെ വെച്ചുകൊണ്ട് ഇടതേട്ടം നടത്തുക. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശരിക്കും ഇസ്ലാം ആരാധനയായി പഠിപ്പിച്ച തവസ്സുലിലേക്ക് ഇല്ലാത്തൊരു കാര്യം കൊണ്ടുവരികയാണ്. ഈ ബദരീങ്ങളെ വെച്ചൊരു തവസ്സുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് തന്നെ കാണിച്ചു തരും, എവിടെയില്ല. അപ്പോൾ ഇവിടെ എഴുതി വെച്ചാൽ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും, ഐഹികവും പാരത്രികവുമായ വിപത്തുകളിൽ നിന്നും, നരകശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്താൻ ബദരീങ്ങളെ തവസ്സുലാക്കി ദുആ ചെയ്യുന്നു. അപ്പോൾ ഹറാമായൊരു കാര്യം മുന്നിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, നരകമോചനം കിട്ടാൻ വേണ്ടി വരെ തേടണമെന്ന് പഠിപ്പിക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇനി മറ്റൊന്ന്, ഇവരുടെ പേരിന്
ബദരീങ്ങളുടെ പേരിന് വലിയ പിന്നെ പോരിശ കൽപ്പിച്ച് മഹത്വം കൽപ്പിച്ച് അത് പിന്നെ വീട്ടിലും വാഹനത്തിലൊക്കെ തൂക്കിയിടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ട്. ഇപ്പോൾ ബദരീങ്ങളുടെ പേരിനെ പറ്റി എഴുതുകയാണ്, പിന്നെ അവരുടെ പിന്നെ പേരിൻ്റെ പോരിശയായിട്ട് പലതും എഴുതിയിട്ടുണ്ട്. അത് എല്ലാ നിലക്കുള്ള കാവലാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതുക. എന്നിട്ട് തവക്കുലിൽ നിന്ന് ആളുകൾ അകറ്റുക. ശരിക്കും ബിസ്മില്ലാഹി തവക്കൽത്തു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പോകേണ്ടത്. അപ്പോൾ അതിന് പകരം അസ്മാഉൽ ബദരീൻ വീട്ടിലുണ്ടല്ലോ, അല്ലെ അസ്മാഉൽ ബദരീൻ വാഹനത്തിലുണ്ടല്ലോ എന്ന ചിന്തയിലാണ്. ഇപ്പോൾ അതിനെന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ശേഷം എത്ര യുദ്ധങ്ങളിൽ പങ്കെടുത്തു? എന്തേ അസ്മാഉൽ ബദരീൻ കഴുത്തിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും തൂക്കിയിട്ട് ആ യുദ്ധത്തിന് പോകാതിരുന്നത്? അതേപോലെ തന്നെ എത്ര രോഗങ്ങൾ കൊണ്ട് സ്വഹാബികൾ പരീക്ഷിക്കപ്പെട്ടു, എന്തേ അവരങ്ങനെ ചെയ്തില്ല? യുദ്ധങ്ങൾക്ക് പോകുമ്പോൾ അവരെ വീട്ടിൽ ആളുകളില്ലാത്ത അവസ്ഥ ഉണ്ട്, എന്താ അസ്മാഉൽ ബദരീൻ കാവലാക്കിയില്ല? അപ്പം അങ്ങനെ ഒരു ഏർപ്പാട് ഇല്ല. പിന്നെ മാത്രവുമല്ല, ഇത് ഓരോ മാസവും ഇത് ഒരു പ്രത്യേക പിന്നെ ഓർമ്മയായി കൊണ്ട് നടക്കാനിപ്പോൾ അൽ മഹദറത്തുൽ ബദരിയ എന്ന പേരിൽ ഒരു വിഭാഗവും മജ്ലിസുന്നൂർ എന്ന പേരിൽ വേറൊരു വിഭാഗവും ഇപ്പോൾ പ്രത്യേക സരസ്സുകൾ സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ ഈ സരസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾ ഇതിൻ്റെ അപകടം അറിയില്ല. ഇതിലൊക്കെ എന്താ വെച്ചാൽ പിന്നെ ആ സരസ്സിൽ ഖുർആനൊക്കെ ഓതിയിട്ട് അതിൻ്റെ കൂലി പലരിലേക്കും എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹദിയ ചെയ്യുകയാണ്. അങ്ങനെ ഹദിയ ചെയ്യുന്ന കൂട്ടത്തിൽ ഒന്ന് ശുദ്ധ ഷിയായിസം ആ വിഷയത്തിലുണ്ട്. ഷിയാക്കൾ പ്രത്യേകമായി കാണുന്ന ആ ആളുകളിലേക്ക് എത്താൻ വേണ്ടി പറയുന്നു. അതിൻ്റെ കൂട്ടത്തിൽ വകുല്ലി സ്വഹാബത്തി സിയമാ സാദാത്തിനൽ ബദരീൻ വൽ ഉഹദീൻ, എല്ലാ സ്വഹാബത്തിലേക്കും പ്രത്യേകിച്ച് ബദർ ഉഹദ് സാദാത്തുകളിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നുള്ളത്. അതുപോലെ തന്നെ പിന്നെ അല്ലാഹുമ്മ ഇന്നാ നതവസ്സലു ഇലൈക ബിൽ മദ്കൂരിനൽ അംബിയായി വസ്വാലിഹീന വഖാസത്തൻ ഹബീബക്കൽ അഅളം വസാദാത്തിൽ ബദരീൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ബദർ സാദാത്തുക്കളെയൊക്കെ തവസ്സുൽ പറഞ്ഞുകൊണ്ട് മഹദറത്തുൽ ബദരിയ എന്ന പേരിലും മജ്ലിസുൻ നൂർ എന്ന പേരിലും മാസാമാസം ഇതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊന്ന്, കടലിൽ പോലും ഇവർ രക്ഷക്കെത്തുന്നതാണ്. നടുക്കടലിലെ രക്ഷകർ എന്നാണ് ഈ പുസ്തകത്തിൽ ഒരു ഹെഡിങ്. ശരിക്കും എന്താ വെച്ചാൽ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവർ വൈദാ ഖശിയവും മൗജും കല്ലുലലി എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞു. അള്ളാനെ വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാനെ വിളിക്കുന്നു ഖുർആൻ പറയാം. നടുക്കടലിൽ പോലും ഇവർ രക്ഷക്ക് എത്തിയെന്നാണ് എന്ത് ചെയ്യണത്, ഈ സമൂഹത്തെ പഠിപ്പിക്കും. നേരത്തെ പ്രസംഗത്തിൽ കേട്ടോ അതന്നെയാണ്. ബദരീങ്ങൾ രക്ഷക്കെത്തി, അവർ രക്ഷപ്പെടുത്തി അവർ കാവലുണ്ടായി എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു ഏഴാമത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ പ്രത്യേകം ആണ്ട്, ഇപ്പോൾ റമദാൻ വരുമ്പോൾ എന്ത് ചെയ്യുക, ബദർ ആണ്ട് പ്രത്യേകം നടത്തുക. അന്നത്തെ ഭക്ഷണത്തിന് പ്രത്യേക പുണ്യമുണ്ട് എന്ന് സമൂഹത്തെ പഠിപ്പിക്കുക. ആ ഭക്ഷണം അവരെ കൊണ്ട് പാകം ചെയ്യിപ്പിക്കുക, അത് കഴിപ്പിക്കുക. അങ്ങനത്തെ ഏർപ്പാടുകൾ സമൂഹത്തിൽ നടക്കുന്നു. മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ ബദർ മൗലിദ് പാരായണം. ഇത് ബദരീങ്ങളെ പേരിൽ പിന്നെ ഉത്തമ നൂറ്റാണ്ടിൽ ആരെങ്കിലും എഴുതിണ്ടാക്കിയൊന്നുമല്ല, അങ്ങനത്തെ ഒരു സംഗതി അല്ലത്. ഇത് പിൽക്കാലത്ത് എഴുതി ഉണ്ടാക്കപ്പെട്ട സംഗതി. എന്നിട്ട് അതിൻ്റെ പറയാണ് ഉദ്ദേശ സഫലീകരണത്തിന്, ബലാവ് മുസീബത്തുകളിൽ നിന്നും മോചനം ലഭിക്കുന്നതിന്, വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും കാവൽ ലഭിക്കുന്നതിന് എല്ലാം തന്നെ ബദർ മൗലിദ് ഓതി വരുന്നു. അപ്പോൾ ശരിക്കും ഇവിടെ രോഗം മാറാൻ ഇസ്ലാം പഠിപ്പിച്ച പ്രാർത്ഥനകൾക്ക് എന്ത് പ്രസക്തിയുള്ളത്? അതേപോലെ തന്നെ വീടുമായി ബന്ധപ്പെട്ട് നമ്മൾ പതിവാക്കേണ്ട പ്രാർത്ഥനകൾക്ക് എന്ത് പ്രസക്തിയുള്ളത്? അപ്പോൾ ശരിയായ നബിചര്യ എന്താണോ അതിൽ നിന്ന് ആളുകളെ അകറ്റിയിട്ട് ഇങ്ങനത്തെ കുറേ അന്ധവിശ്വാസങ്ങളിലേക്ക് കൊണ്ടുവരാം. അതേപോലെ ബദർ രാവ് എന്ന പേരിൽ ഒരു പ്രത്യേക പുണ്യം കൽപ്പിച്ചുകൊണ്ട് രാവ് എന്ത് ചെയ്യുക, സംഘടിപ്പിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അനാചാരമാണ്. പിന്നെ 10ാമത്തെ സംഗതി എന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ വിശേഷം, ഇപ്പോൾ ഗൈബ് അറിയുന്നവൻ അള്ളാഹ്, അതേപോലെ എല്ലാറ്റിനും കഴിയുന്നവൻ അള്ളാഹ്, ഇങ്ങനെയുള്ള വിശേഷണങ്ങളൊക്കെ ബദർ ശുഹദാക്കൾക്ക് പങ്കുവെച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരുപാട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥയാണ് ശരിക്ക് ഒരു വലിയ ഒരുപാട് ഗുണപാഠങ്ങളുള്ള ഒരായത്തായി പഠിപ്പിക്കപ്പെട്ട സത്യവും, അതായത് ഷിർക്കും തൗഹീദും വേർതിരിക്കപ്പെട്ട ഒരു യുദ്ധത്തിൻ്റെ പേരിലാണ്, ആ ചരിത്രത്തിൻ്റെ പേരിലാണ് ഈ നടക്കുന്ന അനാചാരങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ സമൂഹം തിരിച്ചറിയുകയും അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ശരിയായ ഒരു സംഗതി എന്താണോ അതിലേക്ക് പ്രവേശിക്കുകയും ചെയ്യണമെന്നാണ് സൂചിപ്പിക്കേണ്ടത്. തീർച്ചയായും ഇതിൽ പിന്നെ ഈ പുതുതായി ചേർക്കപ്പെട്ട അനാചാരങ്ങളും ശിർക്ക് വിദഅത്ത് അടക്കം വരുന്ന ഏരിയകൾ ഇതിൽ നിന്നൊക്കെ മാറുമ്പോഴാണ് യഥാർത്ഥ ബദറിന്റെ ഗുണപാഠത്തിലേക്കൊരു തുറവി ആദർശത്തിലെത്തുള്ളൂ. യെസ്, അതെ. ഇതിൽ എന്താണ് എന്തെങ്കിലും അനുബന്ധം കൂട്ടിച്ചേർക്കാൻ? ഇതിൽ സത്യത്തിൽ ഇപ്പോൾ മൂസലായി പറഞ്ഞ പോലെ ബദറും ബദറിൻ്റെ ആദർശവും ബദറിൻ്റെ ചൈതന്യവും അതൊക്കെയാണ് ബദർ എന്ന് കേൾക്കുമ്പോൾ മുൻഗാമികൾക്കും സഹാബത്തിനും താബീങ്ങൾക്കും പണ്ഡിതന്മാരൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിൽ
ബദർ എന്ന് കേട്ടാൽ ഒരു സാധാരണക്കാരനായ ഒരു മുസ്ലിമിൻ്റെ മനസ്സിൽ, ഇപ്പോൾ അവിശ്വാസികളുടെ മനസ്സിലൊക്കെ നമ്മളെ മുസ്ലിങ്ങളുമായി കൂടി ജീവിക്കുന്ന ഹൈന്ദവരുടെയും ക്രിസ്ത്യാനിയുടെയൊക്കെ മനസ്സിൽ ബദർ എന്ന് കേട്ടാൽ ഒരു മുസ്ലിം പള്ളിക്ക് ചുറ്റും വലിയ പന്തലൊക്കെ കെട്ടി ആയിരക്കണക്കിന് ആളുകൾക്ക് പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, അതിന് ആടിനെയും പോത്തിനെയും കോഴി കറുത്ത് അവർക്ക് നേർച്ചയാക്കി ഒരു കല്യാണ ഉത്സവ പ്രതീതി, എല്ലാവരും ബർക്കത്തിൻ്റെ ചോറ് വിതരണം ചെയ്യലും അങ്ങനെ ഒരു ആവേശപ്രതീതിയാണ് ബദർ എന്നുള്ളത് ഒരു മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഈ ബദർ മൗലിദിലുള്ള വരികൾ ഈ പിന്നെ ഈ ബദരീങ്ങൾ ആണ്ട് കൊണ്ടെടുക്കില്ല. ഇവിടെ പറഞ്ഞു ബദരീങ്ങൾ ആണ്ട് കൊണ്ടെടുക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 11 വഫാത്താണത്. ബദർ കഴിഞ്ഞ് ഏകദേശം 8 വർഷത്തോളം റസൂൽ ജീവിച്ചു. അതേപോലെ തന്നെ റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം 30 വർഷത്തോളം ഖുലഫാകൾ ഭരണം നടത്തി. ഖുലഫാകൾ ബദരീങ്ങളാണ്, റസൂലുള്ളാഹി ബദരിയാണ്. അതേപോലെ തന്നെ അതിന് ശേഷം ഒരുപാട് സഹാബികൾ താബികളും എല്ലാവരും ബദറുണ്ട്. ഇവരാരും തന്നെ ഈ ബദരീങ്ങൾ ശരിക്കും ബദർ 3 ബദരീങ്ങൾ ആണ്ട് 1-ാം ആണ്ട് നടക്കണം. ബദർ 2-നാണ് ഹിജ്റ 2-നാണ് ബദർ പിന്നെ യുദ്ധം നടന്നത്. അപ്പോൾ ഹിജ്റ 3-ന് 1-ാം ആണ്ട് നടക്കണം, അവിടെ നിന്ന് അങ്ങോട്ട് വരണം. എന്നാൽ റസൂലുള്ളാഹിക്കോ സഹാബത്തിനോ മുൻഗാമികൾക്കോ സലഫ് സ്വാലിഹുകൾക്കോ മുഫസ്സിറുകൾക്കോ മുഹദ്ദിസുകൾക്കോ മദ്ഹബിൻ്റെ പണ്ഡിതന്മാർക്ക് പോലും പരിചയമില്ലാത്ത സംഗതിയാണിത്. എന്ന് മാത്രമല്ല ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇപ്പോൾ ബദർ മൗലിദിലുള്ളൊരു വരി യാമൻ ബിഹി ഹല്ലർ റദ ഒമൻ ബിഹമ്മിൻ നാക്കിദ കുൽനാദിയൻ മുസ്തൻജിദ യാ അഹ്ല ബദർ ഷുഹദ. അത് ഒരുപാടുണ്ട്. എന്ത് പ്രയാസമുണ്ടെങ്കിലും വിളിച്ചോ, ബദർ ഷുഹദാക്കളെ എന്ന് വിളിച്ചോ. എന്ത് ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ രോഗം മാറാൻ വേണ്ടി വിളിക്കേണ്ടത് ബദർ ഷുഹദാക്കളാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാമോ, പിന്നെ ഇവിടെ പകർച്ചവ്യാധിയും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ കൊറോണ ഒക്കെ വന്ന സമയത്ത് ഇവരിതാണ് പറഞ്ഞിരുന്നത്. ബദരീങ്ങൾ ഇപ്പോൾ 14 ആളുകളാണ് പിന്നെ സഹാബികളിൽ നിന്ന് 14 ശുഹദാക്കളാണുള്ളത്. 313 ആൾക്കാർ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ 299 ആൾക്കാർ ബദറിൽ വഫാത്തായിട്ടില്ല, അല്ലെങ്കിൽ ശുഹദാക്കളായിട്ടില്ല. അവർ പിന്നെ പലരും ഉഹുദിലും അതേപോലെ തന്നെ സാധാരണ നിലക്ക് മരിക്കുകയാണ്. അപ്പോൾ അബൂബൈദ റളിയല്ലാഹു അൻഹു, മുആദ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ കുറേ സഹാബികൾ അവിടെ ഒരു വല്ലാത്തൊരു പ്ലാഗ് വന്നു സഹാബത്തിൻ്റെ കാലഘട്ടം, അതിലാണ് മരിക്കുന്നത്. അപ്പോൾ ഒരു പകർച്ചവ്യാധി വന്ന് ബദരീങ്ങളുടെ നേതാക്കന്മാർ പകർച്ചവ്യാധി വന്നിട്ടാണ് ഓല് മരണപ്പെട്ടു പോകുന്നത്. എന്നിട്ട് നമുക്കിവിടെ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ, പകർച്ചവ്യാധി ഉണ്ടാകുമ്പോൾ ഈ ആളുകളാണ്. അപ്പോൾ സ്വന്തം പ്രയാസത്തിൽ നിന്ന് അവരെ കാക്കാൻ കഴിഞ്ഞില്ല, അവരെയാണ് ഇവിടെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. എന്ന് മാത്രമല്ല ഈ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പേരിൽ അബൂബക്കർ റളിയല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അതേപോലെ തന്നെ ബദരീങ്ങളുടെ നേതാക്കന്മാരാണല്ലോ, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ വിളിച്ച് പ്രത്യേകം ഇപ്പോൾ നോക്കൂ, ഇലാഹി നജ്ജിന വക്ഷിഫ് ജമീഅ മലറത്തിൻ വസ്രിഫ് മക്കായിദൽ ഇദാ വൽതഫ് ബി ഉസ്മാന റളിയല്ലാഹു. അഥവാ ഇലാഹി ഞങ്ങളുടെ പിന്നെ റബ്ബെ ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ ഉസ്മാനെ കൊണ്ട്, ഞങ്ങളെ ശത്രുക്കളിൽ നിന്നുണ്ടാകുന്ന പ്രയാസമൊക്കെ ഉസ്മാനെ കൊണ്ട് നീക്കി തരണം, ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊണ്ട് നീക്കി തരണം. ഉസ്മാൻ റളിയല്ലാഹുവിനെ നേരിട്ടും പറയുന്നു, തവസ്സിലാക്കിയും പറയുന്നു. യഥാർത്ഥത്തിൽ ഉസ്മാൻ റളിയല്ലാഹുവിനെ എങ്ങനെയാണ് വഫാത്തായത്? കൊല്ലപ്പെട്ടതാണ്. ബദരീങ്ങളുടെ മൂന്നാമത്തെ നേതാവ്, ഒന്നാമത്തെ നേതാവ് റസൂലുള്ളാഹി, രണ്ടാമത്തെ നേതാവ് അബൂബക്കർ റളിയല്ലാഹു അൻഹു, മൂന്നാമത്തെ നേതാവ് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുകയാണ്. നാലാമത്തെ നേതാവ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇവർ തന്നെ ശത്രുക്കളുടെ പ്രയാസങ്ങളിൽ നിന്നുള്ളതാണ്. എന്ന് മാത്രമല്ല കടം വന്നാൽ വലിയ ഏറ്റവും പ്രധാനമായിട്ട് കടം വന്ന ബദരീങ്ങളെ ഈ പറഞ്ഞ രീതിയിൽ അവരുടെ പിന്നെ പേരുകൾ വെച്ചുകൊണ്ടും അതേപോലെ തന്നെ അവരോട് വിളിച്ചുകൊണ്ടും കടം ഒക്കെ വീടുന്നുള്ളതാണ് ഇവരുടെ ഈ ഗ്രന്ഥങ്ങൾ. ഇപ്പോൾ ഇവിടെ മുസ്ലിം വായിച്ച ഗ്രന്ഥങ്ങളിലൊക്കെ വായിക്കുന്നത്. സത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം ജാബിർ റളിയല്ലാഹുവിനെ കാണുകയാണ്. ഹദീസ് ഇങ്ങനെയാണ്, നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹുവിനെ കണ്ടു. അപ്പോൾ ഖാല യാ ജാബിർ മാലി അറാക മുൻകസിറൻ, ആകെ തകർന്ന് തരിപ്പിടാൻ അങ്ങനെ ടെൻഷനിലാണല്ലോ ജാബിർ, എന്ത് പറ്റി? അപ്പോൾ ജാബിർ റളിയല്ലാഹു പറയാണ്, എൻ്റെ വാപ്പ ഉഹുദ് യുദ്ധത്തിൽ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ വാപ്പ പറഞ്ഞാൽ ബദറിലും പങ്കെടുത്ത ആളാണ്, ഉഹുദിലും പങ്കെടുത്ത ആളാണ്, ഉഹുദിൽ ഷഹീദായി. അപ്പോൾ എൻ്റെ വാപ്പ ഒരുപാട് കടം എൻ്റെ വാപ്പാക്കുണ്ട്, എൻ്റെ വാപ്പാൻ്റെ പരലോകം എന്താ എനിക്ക് ബേജാറ്. എന്ന് മാത്രമല്ല കുടുംബഭാരം, ചെറിയ പെങ്ങന്മാർ, ഉമ്മ, ഇവരൊക്കെ നോക്കണം. അപ്പോൾ എൻ്റെ വാപ്പാൻ്റെ കടം വീടണം, ഇതൊക്കെയാണ് പ്രയാസപ്പെടുന്നത്. ബദരീങ്ങളെ മോൻ പ്രയാസപ്പെടുന്നത്, ബദരീങ്ങൾ കടം കൊണ്ട് ഇടങ്ങാറായിക്കാണ്. അപ്പം നിങ്ങൾ നോക്കണം, നമുക്കിതെല്ലാ പ്രയാസങ്ങളും നീക്കാൻ ബദരീങ്ങൾ എത്രത്തോളം എന്ന് ചോദിച്ചാൽ, മരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരാൾ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കണ്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ അവന് സ്വർഗ്ഗത്തിലാണ്. മരിക്കണ സമയത്ത് പോലും ദാഹമൗത്തത് കൂട്ടിയിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിയിടും, നേരം ലഈവനെ ആട്ടുവാൻ ബദരീങ്ങളെ തുണറബന. അഥവാ മരിക്കണ സമയത്ത് ഇബ്ലീസ് വസ്വാസം ഉണ്ടാക്കാൻ പറ്റുന്ന ബദരീങ്ങളെ വിളിക്കണേ, ബദരീങ്ങളെ കൊണ്ട് ഇതാക്കി തരണേ. ആ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല ഈ മാലമൗലിദുകൾ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇത്ര വലിയ കുഫ്ർ, ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിലുള്ള ഏറ്റവും വലിയ പാപം,
അത് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ആളുകൾ മരിച്ചു പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വികലമായ വിശ്വാസങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഖൈറുന്നാസി ഖർനി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവർക്ക് എന്തില്ല, ഇതുമായിട്ട് ബന്ധമില്ല. ഇസ്ലാമിലേക്ക് മുൻകടന്നു വരുന്ന ഖുർആൻ പറഞ്ഞല്ലോ, അവർക്ക് ഇതുമായിട്ട് ബന്ധമല്ല. അതൊക്കെ ഈ ഷിയാക്കളും സൂഫികളും ഉണ്ടാക്കിയ കുറേ കഥകളും പിന്നെ ആചാരങ്ങളുമാണ്. ഇതിലിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഈ ബദരീങ്ങളിൽ പലരും അസുഖം ബാധിച്ചു മരണപ്പെട്ടു, അല്ലെങ്കിൽ അവർക്ക് കടബാധ്യതകൾ ഉണ്ടായിരുന്നു, പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും അവരുടെ മഹത്വത്തിന് അല്ലെങ്കിൽ അവരുടെ ഒരു അതൊന്നുമല്ല. അതെ, അവർ മനുഷ്യന്മാരാണ്, സ്വാഭാവികം. പക്ഷേ അവർക്ക് വലിയ മഹത്വമുണ്ട് എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ആ മഹത്വത്തിനേക്കാളും എത്രയോ ഉപരിയായിക്കൊണ്ട് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലേക്ക് ഒക്കെ എത്തുന്നിടത്താണ് യഥാർത്ഥത്തിൽ വലിയ പ്രശ്നം. അതെ അതെ നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ച് ചെയ്തോളൂ, വലിയ സ്ഥാനം ബദരീങ്ങൾക്ക്. തീർച്ചയായും തീർച്ചയായും. അപ്പോൾ അതാണ് ബദറും ബദരീങ്ങളുമായി ബന്ധപ്പെട്ട് അത്രയും കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഏറ്റവും ശരിയായതിലേക്ക് അള്ളാഹു നമ്മളെല്ലാവരെയും വഴി നടത്തുമാറാകട്ടെ. ബദർ യുദ്ധം പൊതുവേ ഇസ്ലാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രവാചകനെ സംബന്ധിച്ചൊക്കെ വലിയ വിമർശനം, ഒരു യുദ്ധക്കൊതിയനായൊക്കെ ചിത്രീകരിക്കപ്പെടുന്ന അവസ്ഥയാണ്. മൊത്തത്തിൽ ബദർ അടക്കമുള്ള ബദർ മുതൽ ഇങ്ങോട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത കാലഘട്ടത്തിലെ സായുധ സമരങ്ങൾ എടുത്തു പരിശോധിച്ചാൽ വളരെ എണ്ണത്തിൽ കുറവാണ്. അതിൽ തന്നെയും ജീവഹാനി സംഭവിച്ചതും മറ്റൊക്കെ വളരെ എണ്ണത്തിൽ കുറവാണ് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്തരം വിമർശനങ്ങൾക്കും ഇടയില്ല എന്നുള്ളതാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാനുള്ള ശരിയായിട്ടുള്ള ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളും നമുക്ക് പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ചും ഈ റമദാനിൽ പോലും ഫലസ്തീൻ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ മുസ്ലിങ്ങളായി എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, യുദ്ധത്തിൽ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, അവരെ നമ്മളെല്ലാവരും നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർക്കണം. റമദാൻ്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ നൂറുകണക്കിന് ആളുകൾ, ചെറിയ കുട്ടികളടക്കം, വലിയ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സമൂഹത്തിന് സഹനവും ക്ഷമയും പ്രദാനം ചെയ്യുമാറാകട്ടെ. വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് അവർക്ക് പകരമായി നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മെല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പാപമുക്തരായി ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.